ബെഥസ്ത, ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനം എന്നാണ് അർത്ഥം. ഹെസദോ എന്ന് പറഞ്ഞാൽ കരുണ. ബെഥസ്ത, കരുണയുടെ ഭവനം. ഈ വേദഭാഗത്ത് 7 വാക്യങ്ങളിൽ നിങ്ങൾക്കറിയാം, ഒരു കുളത്തിൻ്റെ അരികെ ഒരു മനുഷ്യൻ എത്ര വർഷമായി കിടക്കുന്നു? പോയി. എത്ര വർഷമായി? അയ്യോ, 38. സ്തോത്ര കാഴ്ചയ്ക്കുള്ള പാട്ട് പിന്നെ ചിന്തിക്കാം. അച്ഛൻ പറയുന്നത് കേൾക്കണം. 38 വർഷമായി കിടക്കുകയാണ് ഈ മനുഷ്യൻ. അവനെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല. 38ാമത്തെ വർഷം യേശു കടന്നു വന്നു, അവന് സൗഖ്യം കൊടുത്ത സംഭവം. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗമാണ് ഇവിടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ബെഥസ്തയിലെ സംഭവം 2021 നമ്മളോട് സംസാരിക്കുന്നു. ഈ 7 വാക്യങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്താം. കരുണയുടെ ഭവനത്തിൽ കരുണയുള്ള ഒരുത്തനെയും കാണുന്നില്ല. സഹോദരങ്ങളെ, ദൈവവചനം ഒരു കണ്ണാടിയാണ്. നമ്മുടെ വർത്തമാനകാലത്തെ ഒരു തെളിഞ്ഞ ജലാശയത്തിലെന്ന പോലെ പ്രതിബിംബിപ്പിക്കാൻ ഈ ഇതളുകൾക്ക് കഴിയും, സംശയമില്ല. ഈ കാലഘട്ടത്തിലെ നമ്മുടെ മതജീവിതവും നമ്മുടെ ആധ്യാത്മിക ജീവിതം ബെഥസ്ത കുളക്കര പോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നു, നിങ്ങൾക്ക് നിങ്ങളെയും കുറ്റപ്പെടുത്താം ഈ വചനം ധ്യാനിക്കുമ്പോൾ. ഈ കുളത്തിന് എത്ര മണ്ഡപം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്? പറയൂ. 5 മണ്ഡപം. 5 മണ്ഡപം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നത് സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട പിതാവ് പറയുന്നത്, മോശയുടെ 5 ന്യായപ്രമാണ പുസ്തകങ്ങളെ ഈ 5 മണ്ഡപം സൂചിപ്പിക്കുന്നു. എന്നാൽ ന്യായപ്രമാണത്തിൽ മനുഷ്യന് പൂർണ്ണ സൗഖ്യം ഇല്ല. അതുപോലെ ഈ 5 മണ്ഡപങ്ങളിലും കിടന്നവൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് എത്തുന്നില്ല. 38 വർഷമായിട്ടും 5 മണ്ഡപങ്ങൾ 5 ന്യായപ്രമാണങ്ങളെ സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ശ്രദ്ധിക്കണം, നിങ്ങൾ മറുപടിയും പറയണം. 5 മണ്ഡപങ്ങൾ. ഈ മനുഷ്യൻ എത്ര വർഷം അവിടെ കിടന്നു എന്നാണ് പറഞ്ഞത്? 38. 38 വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ അവിശ്വാസത്തിൻ്റെ കാലമാണ് 38 വർഷം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര പോയത് എത്ര വർഷമായിരുന്നു? 40 വർഷമായിരുന്നു. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെയാണ്. മോശ പറയുന്നു, ജനത്തോട് പറയുകയാണ്, നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരദ് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. ശ്രദ്ധിക്കൂ, പഴയ നിയമ ഇസ്രായേലിൻ്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ കാദേശ് ബർണ എന്ന സ്ഥലം മുതൽ സേരദ് തോട് വരെയുള്ള ദൂരമാണ് 38 വർഷം. അതുമാത്രമല്ല, അത് അവരുടെ അവിശ്വാസത്തിൻ്റെ കാലമായിരുന്നു. ആ 38 വർഷം ഇസ്രായേലിൻ്റെ അവിശ്വാസത്തിൻ്റെ കാലമായിരുന്നു. വീരന്മാർ മുടിഞ്ഞുപോയ കാലം, മെയ്ക്കരുത്തിന് ഫലം കിട്ടാതിരുന്ന കാലം, യഹോവയുടെ കൈ വിരോധമായിരുന്ന കാലം, മത്സരികളുടെ കാലം. പഴയ നിയമത്തിലെ 38 വർഷം. അങ്ങനെയെങ്കിൽ സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നു, ഈ കഥയ്ക്ക് പഴയ നിയമവുമായി ബന്ധമുണ്ട്. ഈ സംഭവത്തിന് നമ്മുടെ കാലവുമായി ബന്ധമുണ്ട്. 5 മണ്ഡപങ്ങൾ, 5 ന്യായപ്രമാണം, 38 വർഷം ഇസ്രായേലിൻ്റെ അവിശ്വാസത്തിൻ്റെ കാലം പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ 38 വർഷം ഗുണപ്പെടാത്ത കാലമാണ്. ഈ മനുഷ്യൻ പാപത്തിൽ വീണ പുതിയ നിയമ മനുഷ്യനെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ, വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യൻ 38 വർഷം പഴയ നിയമകാലത്ത് ജീവിച്ചിട്ടും ഗുണം കിട്ടിയില്ല, ന്യായപ്രമാണത്തിൽ പൂർണ്ണ സൗഖ്യം കിട്ടിയില്ല. എന്നാൽ 38 വർഷം പൂർത്തിയായപ്പോൾ, യേശു അവിടേക്ക് വന്നപ്പോൾ, യേശുവിൻ്റെ സുവിശേഷം വന്നപ്പോൾ,
ന്യായപ്രമാണം അങ്ങോട്ട് മാറി നിന്നു, അവൻ സൗഖ്യപ്പെട്ടു. ആ മുഖം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരുടെ മനസ്സിൽ ഒരു പാഠം പോലെ ഇരിക്കട്ടെ. ഇനിമേൽ യോഹന്നാൻ 5 വായിക്കുമ്പോൾ 5 മണ്ഡപം ഇങ്ങനെയാണല്ലോ, 38 വർഷം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പ്രിയമുള്ളവരെ തോന്നണം. അതാണ് ചരിത്രം. ഈ ബെഥസ്ത കുളക്കരയിലെ സംഭവം 7 വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവത്തെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, താങ്കളുടെയും എൻ്റെയും ഈ കാലഘട്ടത്തിലെ ആധ്യാത്മിക ജീവിതവുമായി, സഭാജീവിതവുമായി ബന്ധിപ്പിച്ച് 4 ചിന്തകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് നാം സമയബന്ധിതമായി ഈ ശുശ്രൂഷ പൂർത്തീകരിക്കും. നിങ്ങളുടെ എല്ലാം ആഴമായ ശ്രദ്ധ ഞാൻ ആഗ്രഹിക്കുന്നു. 1, ബെഥസ്ത കുളക്കര ഈ കാലഘട്ടത്തിലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് തരുന്ന ഒന്നാമത്തെ സന്ദേശം. ബെഥസ്ത കുളക്കര പറയുന്നു, അതിൻ്റെ അർത്ഥം മാനവികത നഷ്ടപ്പെട്ട മതജീവിതം. റിലീജിയൻ വിത്തൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം നഷ്ടപ്പെട്ട മതജീവിതം, മാനവികത നഷ്ടപ്പെട്ട മതജീവിതം. ഞാൻ പറയാം, ബെഥസ്തയിലായി 100 കണക്കിന് ആളുകൾ പായിലും ടാർപോളിനും പേപ്പറും ഒക്കെ വിരിച്ചു കിടക്കുക. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം, ആ കുളം ഇടയ്ക്ക് കലങ്ങും, ഇറങ്ങണം, സൗഖ്യം കിട്ടണം, വീട്ടിൽ പോകണം. അവിടെ രോഗികളുടെ ലിസ്റ്റ് നാം വായിച്ചു. 3 വിധമാണ്: കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ. പക്ഷവാതക്കാർ അധികമില്ല. കാരണം പക്ഷവാതക്കാർ വന്നാൽ അവന് തന്നെ അറിയാം എഴുന്നേറ്റ് ചെല്ലാനൊക്കത്തില്ല. കാരണം ഇവൻ തട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്കും കുരുടൻ ഓടിച്ചെന്നിരിക്കും. അതുകൊണ്ട് പക്ഷവാതക്കാരൻ ഈ ഐറ്റം അധികം ഈ കുളക്കരയിലില്ല. പക്ഷെ നമ്മുടെ പാവപ്പെട്ട രോഗിയുടെ രോഗം എന്താ? പക്ഷവാതമാണ്. കുരുടർ ശബ്ദം കേട്ടിട്ട് ഓടിത്തുടങ്ങും, കണ്ണു കാണാൻ മേലെങ്കിലും ഇളകുന്ന ശബ്ദം കേട്ടിട്ട്. മുടന്തർ ഓടിത്തുടങ്ങുമെങ്കിലും അവനിങ്ങനെ മെല്ലെ മെല്ലെ ഓടാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കുരുടനായിരിക്കും മിക്കവാറും. എൻ്റെ ഒരു ചിന്തയാണ് ഫസ്റ്റ് അടിക്കുക. പക്ഷവാതക്കാരൻ എഴുന്നേക്കാൻ നോക്കും, എഴുന്നേക്കാൻ പോലും ഒക്കത്തില്ല. ഏതെങ്കിലും ഒരുത്തൻ കാലെ പിടിച്ച് വലിച്ചെങ്കിലും അങ്ങോട്ടിട്ടിരുന്നെങ്കിൽ ഈ 38 വർഷം കൊണ്ട് അവൻ ആ കുളത്തിൻ്റെ വിളുമ്പിലെങ്കിലും ചെന്നേനെ. പ്രശ്നം ഇതാണ്, ഇത് നല്ല കഥയല്ല. ഇതെന്തിനാണ് എഴുതിയത്? സംഗതി പഴയ നിയമത്തിൻ്റെ അപൂർണത കാണിക്കാൻ എഴുതിയതാണ്. ബെഥസ്ത കുളക്കരയുടെ പ്രത്യേകത, അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ എണ്ണം കുറവ്, നിരാശപ്പെടുന്നവരുടെ എണ്ണം കൂടുതൽ. 400 രോഗികൾ അവിടെ കുളക്കരയിൽ കിടപ്പുണ്ടെങ്കിൽ ഒരു തവണ കുളം കലങ്ങുമ്പോൾ, ദൂതൻ കലക്കുമ്പോൾ 399 എണ്ണം നിരാശപ്പെടും, ഒരുത്തൻ സന്തോഷിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ എണ്ണം കുറവ്, നിരാശിതരുടെ എണ്ണം കൂടുതൽ. ഇത് പഴയ നിയമം. ഇത് പഴയ നിയമം. 38 വർഷം ഈ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, എന്നെ അവിടെ എത്തിക്കുമോ? ഞാൻ പറഞ്ഞത് ഇതാണ്, ബെഥസ്ത കുളക്കര മാനവികത നഷ്ടപ്പെട്ട മതജീവിതമാണ്. കാരണം സൗഖ്യം പ്രാപിച്ചവൻ, ഓരോരുത്തരും സൗഖ്യം പ്രാപിച്ചു പോകുമ്പോൾ അവിടെ കിടന്ന് ഹല്ലേലൂയ, ഗ്ലോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വലിയ സ്തോത്രമൊക്കെ പറഞ്ഞ് സൗഖ്യം കിട്ടിപ്പോയവർ ഒത്തിരി പേരുണ്ട്. സ്വന്തം കാര്യം സിന്ദാബാദ്. പക്ഷേ ഈ തിരിച്ചുപോയ വഴിക്ക് ഒരുത്തനെങ്കിലും ഈ പായോടെ വലിച്ച്, കാരണം 1ഉം 2ഉം അല്ല, 38 വർഷമായിട്ട് കിടക്കാണ്, ആ പഴയ പായോടെ വലിച്ച് ഇത്തിരീച്ച അങ്ങോട്ട് ഇട്ടിരുന്നെങ്കിൽ ഇവൻ എന്നേ എന്ത് ചെയ്യുമായിരുന്നു? സൗഖ്യം കിട്ടുമായിരുന്നു. ഇത് നമ്മുടെ കാലല്ലേ? നമ്മളും സ്തോത്രത്തിനും ഹല്ലേലൂയയ്ക്കും ഒന്നും ഒരു കുറവുമില്ല, ആരാധനയ്ക്കും ആധ്യാത്മികതയ്ക്കും കുറവില്ല. പക്ഷേ സഹോദരനോടുള്ള ബന്ധം, അയൽപക്കക്കാരിയോടുള്ള ബന്ധം, അമ്മച്ചിക്ക് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ, എണ്ണ തേച്ച് കൊടുക്കുന്ന കാര്യത്തിൽ, കുഴമ്പ് പുരട്ടി കൊടുക്കുന്ന കാര്യത്തിൽ മടിയാണ്. എന്നിട്ട് നമ്മൾ പാടും, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ. അതൊരു വല്ലാത്ത അനുഭവമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ബെഥസ്ത കുളക്കര പോലെയാണ്. സ്വന്തം കാര്യം മാത്രമെന്ന് പ്രഖ്യാപിക്കുന്ന ആധ്യാത്മികത. ഒരുത്തൻ പോലും കഴിഞ്ഞ 38 വർഷമായിട്ട് എത്രയോ തവണ, മാസത്തിൽ 1 തവണ വെച്ച് കുളം കൊലങ്ങിയായിരുന്നെങ്കിൽ 38 വർഷം, 1 വർഷം 12 തവണ, ഇപ്പം 38 വർഷം എത്ര തവണ കലങ്ങുമായിരുന്നു? ഏതെങ്കിലും ഒരുത്തന് കനിവ് തോന്നിയോ പ്രിയപ്പെട്ടവരെ? ഇല്ല. മനുഷ്യത്വം നഷ്ടപ്പെട്ട
മതജീവിതം. യേശു ക്രിസ്തു സുവിശേഷത്തിൽ മതത്തെ ഉണർത്തുകയല്ല, ആത്മീകത ഉണർത്തുകയാണ്. നാം ആകട്ടെ നമ്മുടെ പെരുന്നാളുകളിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വേണ്ടത് നമ്മുടെ ക്രൈസ്തവികത ആധ്യാത്മികതയിലേക്ക് ഉണരണം. ഇന്ന് ഹിന്ദു കൂടുതൽ ഹിന്ദു ആവുകയാണ്, ക്രിസ്ത്യാനി കൂടുതൽ ക്രിസ്ത്യാനിയാകുന്നു, ഇസ്ലാം കൂടുതൽ ഇസ്ലാമാകുന്നു. എന്നാൽ ആരും കൂടുതൽ നല്ല മനുഷ്യനാകുന്നില്ല. മതം അത് അനുഷ്ഠാനപരമാണ്, ആധ്യാത്മികത അനുഭവപരമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റിലീജിയൻ ഇസ് റിച്വലിസ്റ്റിക്, മതം അനുഷ്ഠാനങ്ങളിൽ. അതുകൊണ്ട് ഈ പെരുന്നാളിൽ സംബന്ധിച്ച് ഈ കൺവെൻഷന് നമ്മൾ വന്നിരുന്നിട്ട് ഈ ഇലൂമിനേഷൻ കണ്ട് കണ്ണിന് സുഖം, റാസക്യാതാലിയോഷൻ ചെണ്ടമേള ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ആ പക്കമേളങ്ങളും ശിങ്കാരിമേളകളുള്ള ശീലുകളും ചേർത്ത് കാതിന് സുഖം, പെരുന്നാൾ കഴിഞ്ഞ് നേർച്ച കഴിക്കുമ്പോൾ നാക്കിന് സുഖം, തൊലിപ്പുറത്ത് സുഖങ്ങളുമായി പെരുന്നാൾ കൂടിയ സന്തോഷത്തിൽ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ തൃപ്തരായി നാം വീട്ടിലേക്ക് മടങ്ങും. അതല്ലേ സംഭവിച്ചു കൊണ്ടിരുന്നത്? എന്നാൽ ഓർക്കണം, മതം അനുഷ്ഠാനപരമാണ്, റിലീജിയൻ ഈസ് റിച്വലിസ്റ്റിക്. അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ ഇങ്ങനെ വന്നു നിൽക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടും, ആരാധനയ്ക്ക് പോയി നിൽക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടും. അതൊരു വ്യാജമായ സാറ്റിസ്ഫാക്ഷനാണ്, ഫാൾസ് സാറ്റിസ്ഫാക്ഷൻ. പ്രാർത്ഥന യോഗത്തിന് പോയി ഭിത്തിയിൽ ചാരി ഇരുന്നു കൊണ്ട് ഞാൻ തൃപ്തിപ്പെടും. റിലീജിയൻ ഈസ് റിച്വലിസ്റ്റിക്. എന്നാൽ സ്പിരിച്വാലിറ്റി ഈസ് എക്സ്പീരിയൻസ് ബേസ്ഡ്, അനുഭവപരമാണ്. അത് ചങ്കത്ത് കൈവച്ചിട്ട് പറയുന്നതാണ്. നമ്മുടെ അയൽപക്കക്കാരൻ്റെ ബൈബിളാണ് ഒരു ക്രിസ്ത്യാനി എന്ന് വായിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഹിന്ദുവിൻ്റെ ബൈബിളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ അയൽപക്കത്തൊരു ഇസ്ലാം ഉണ്ടെങ്കിൽ അയാളുടെ ബൈബിളാണ്, അയാൾ വായിക്കുന്ന ബൈബിളാണ്. നടക്കുന്നുണ്ടോ? എൻ്റെ കാര്യം ഞാൻ പറയാം, നടക്കുന്നില്ല. അയൽക്കാരൻ്റെ ബൈബിളായി ഒരു ക്രൈസ്തവൻ മാറാത്തിടത്തോളം നമ്മളിപ്പോഴും ബെഥസ്ത കുളക്കരയിൽ തന്നെയാണ്. ആ പായുടെ അറ്റത്ത് പിടിച്ചൊന്ന് വലിക്കാൻ. പ്രിയപ്പെട്ടവരെ, എക്സ്പീരിയൻസ് ബേസ്ഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് മാറണം. കൊറോണ വന്നതുകൊണ്ട് എന്നെ സംഭവിച്ചത്, ആയിൽ ആരംഭിക്കുന്ന 3-4 കാര്യങ്ങൾ പെരുന്നാളിലുണ്ടായിരുന്നു. ആയിൽ ആരംഭിക്കുന്നു. ഒന്നാമത്തത് ആഘോഷം കുറഞ്ഞു, ഇല്ലേ? രണ്ടാമത്തത് ആരവം കൂടിയോ കുറഞ്ഞോ? പറയൂ, കുറഞ്ഞു. മൂന്നാമത്തത് ആരാധന കുറഞ്ഞോ? തമ്പുരാൻ കുറച്ചോ? ഇല്ല, എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. നാലാമത്തേത് അനുതാപം, അത് ദൈവം തമ്പുരാൻ നമുക്ക് വിട്ടു തന്നു. ഒരു പെരുന്നാളിൽ ഈ ആയിൽ ആരംഭിക്കുന്ന 4 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്: ആഘോഷം, ആരവം, ആരാധന, അനുതാപം. ആദ്യത്തെ 2 തമ്പുരാൻ മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ യോഹന്നാൻ പറയുക, അലങ്ങുന്ന സമയത്ത് കുളത്തിലിറങ്ങിയവൻ എഴുന്നേറ്റ് വിളിച്ചൊരു പോക്കുണ്ട്, രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. ജയിച്ചവന്റെ ജൈവിളിയേക്കാൾ തോറ്റവന്റെ തേങ്ങലുകൾ. ഒരുത്തൻ ജയ് വിളിക്കുമ്പോൾ ബാക്കി 399 എണ്ണം തേങ്ങുകയാണ്, എനിക്ക് കിട്ടിയില്ലല്ലോ. നമ്മുടെ ആധ്യാത്മികതയിലും ജയിച്ചവന്റെ ജൈവിളിയേക്കാൾ തോറ്റവന്റെ തേങ്ങലുകൾ ഉയരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യേശുക്രിസ്തു കടന്നു വരുന്നത്. എക്സ്പീരിയൻസ്, അവന് തൊടാൻ തക്കവണ്ണം, അവന് കാണാൻ തക്കവണ്ണം. പഴയ നിയമം തൊട്ടിട്ടില്ല, പഴയ നിയമം കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അവന് തൊടാൻ ഭാഗത്തിൽ യേശുക്രിസ്തു നിന്നുകൊടുത്തു. ഉത്തമ പുരുഷൻ. അവനെ രുചിച്ചറിഞ്ഞു. ആരാണ് ഉത്തമ പുരുഷൻ? സാക്ഷാൽ ക്രിസ്തു. ഈ പുരുഷന്റെ ലക്ഷണം എന്താ? പുരുഷന്റെ ലക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനം കാണും. നല്ല പുരുഷന്മാർക്ക് ഓരോ ലക്ഷണമാണ്. ഇപ്പോഴിപ്പോഴും നമുക്ക് നല്ല താടിയും, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വിചാരിക്കും നല്ല താടിയും നല്ല മുടിയും 6 പാക്ക് മസിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉത്തമ പുരുഷനായി. എന്നാൽ ഉത്തമ പുരുഷനെ കുറിച്ച് നീതിസാരം പറയുക, പ്രസാദം വദനത്തിങ്കലും കാരുണ്യം ദർശനത്തിങ്കലും മാധുര്യം വാക്കിലും ചേർന്നവനത്രേ പുരുഷോത്തമൻ, സാക്ഷാൽ പുരുഷൻ ക്രിസ്തു. എന്താ?
പ്രസാദം വദനത്തിങ്കലും കാരുണ്യം ദർശനത്തിങ്കലും. കണ്ടാലൊരു പ്രസാദം, നോട്ടത്തിൽ കാരുണ്യം, മാധുര്യം വാക്കിനാലും ചേർന്നവനത്രേ സാക്ഷാൽ പുരുഷോത്തമൻ. അങ്ങനെ ഒരുത്തൻ പഴയ നിയമത്തിന് സാധിക്കാത്ത കുളക്കരയിലേക്ക് ഇതാ കടന്നു വരുന്നു. സാക്ഷാൽ പുരുഷൻ, പ്രശോഭയുള്ള മുഖവുമായി, 38 വർഷം ആരും മൈൻഡ് ചെയ്യാത്ത രോഗിയെ നോക്കുന്ന കരുണയുടെ നോട്ടവുമായി, അവനോട് നല്ല വർത്തമാനം പറയുന്ന നല്ല വാക്കുകളുമായി സാക്ഷാൽ പുരുഷൻ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, യേശുക്രിസ്തു പരിഗണിച്ചത് 3 കാറ്റഗറി ആയിരുന്നു. 1 ചെറിയവർ, 2 തോറ്റവർ. നിങ്ങൾ കർത്താവിൻ്റെ ഉപമകൾ വായിച്ചു നോക്കൂ, അവിടുത്തെ അത്ഭുതങ്ങൾ ധ്യാനിച്ചു നോക്കൂ. ഞാൻ ഈ മേൽ പറഞ്ഞ, ഇനി പറയാൻ പോണ 3 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്ന് കാണും എല്ലാ ഉപമകളിലും, എല്ലാ അത്ഭുതങ്ങളിലും. 1 ചെറിയവർ, 2 തോറ്റവർ, 3 നഷ്ടപ്പെട്ടവർ. ഇത് 3-ൽ ഏതെങ്കിലും ഒരാൾ ഒരു കാറ്റഗറിയിലുള്ളവരായിരിക്കും ക്രിസ്തുവിൻ്റെ എല്ലാ കഥകളിലും, യേശുവിൻ്റെ എല്ലാ അത്ഭുതങ്ങളിലും. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഫ്രം റിലീജിയൻ ടു സ്പിരിച്വാലിറ്റി ബെഥസ്ത കുളക്കര വിളിക്കുന്നു. എൻ്റെ കർത്താവ്, ഞാനൊരു പുരോഹിതനാണ്, നമ്മൾ ഒരുമിച്ച് ഈ വചനം ധ്യാനിക്കുന്നു, നമ്മൾ ഇത്ര പാട്ട് പാടി, ഈ പാട്ട് കേട്ടു, ഈ വചനം കേൾക്കുന്നു, പക്ഷെ നമ്മുടെ തൊലിപ്പുറത്ത് മാത്രമായി നിൽക്കുന്നു, അത് മനസ്സിലേക്ക് കയറുന്നു. പണ്ടൊരു പുരോഹിതനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. പഴയൊരു പുരോഹിതനാണ്, TJ ആൻഡ്രൂസ് എന്നാണായിരുന്നു അച്ഛൻ്റെ പേര്. 1871 ജനിച്ച് 1942 മരിച്ചയാളാണ്. കോട്ടയം മൂലേടംകാരനാണ്. നമ്മുടെ സഭയിലെ അംഗമായിരുന്നില്ല. അദ്ദേഹം ഒരു CSIയിലെ അച്ഛനായിരുന്നു. ശുശ്രൂഷയുടെ നാളുകളിൽ തളർവാദ രോഗം വന്ന് കിടപ്പിലായ ആളാണ്. പീരുമേട് ഇടവകയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു വശം തളർന്ന അച്ഛൻ കിടപ്പിലായി. ഇടുക്കിയുടെ തണുപ്പിൽ തൻ്റെ ശുശ്രൂഷയും കുർബാനയും ഒക്കെ മുടങ്ങി ആ പഴയ കാലത്ത് ഒരു പഴയ കട്ടലിൽ വീണുപോയ അച്ഛൻ തനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ കുർബാന ചൊല്ലാനോ ഒക്കുന്നില്ലല്ലോ എന്നുള്ള വിചാരത്തിൽ അച്ഛൻ എഴുതിയ ഒരു പാട്ട് ഇന്നും നമ്മൾ പാടാറുണ്ട്. തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി തൻ്റെ പതിവ് അനുഷ്ഠാനങ്ങളിൽ നിന്ന് താൻ മാറിപ്പോയപ്പോൾ അനുഭവപരമായ ഒരു ആധ്യാത്മികതയിലേക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അദ്ദേഹം എഴുതിയ പാട്ട് ഞാൻ പാടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ പാടും. യേശുവന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത. എൻ്റെ അടിസ്ഥാനം യേശുവാണെന്ന് അദ്ദേഹം എഴുതി. ഒരു വശം തളർന്നു കിടന്നൊരു പുരോഹിതൻ തളർന്ന ഇടം കൈകൊണ്ട്, തളരാത്ത ഇടം കൈകൊണ്ട് പേപ്പറിൽ കുത്തിക്കുറിച്ചു വെച്ചു, രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ. എൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നാലും, ഞാൻ ഈ കിടക്കയിൽ വീണുപോയാലും, എനിക്കിനി എഴുന്നേൽക്കാൻ പറ്റാതെ വന്നാലും, രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിട. ഇതാണ് അനുഭവപരമായ ആധ്യാത്മികത. എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ വന്നോട്ടെ, പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ആ മനുഷ്യൻ എഴുതിയ പാട്ട് ഇന്ന് 90-100 വർഷമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 70-80 വർഷമായിട്ടുണ്ടാവാം. ഹൃദയത്തിൽ തൊട്ടെഴുതിയ അനുഭവത്തിൽ നിന്ന്, റിലീജിയണല്ല സ്പിരിച്വാലിറ്റിയിൽ നിന്ന് എഴുതിയതാണ്. പക്ഷെ നമുക്ക് ഒരു പുതിയ പാട്ട് യഹോവ എൻ്റെ വായിൽ തന്നു എന്ന് പറയത്തക്കവണ്ണം അത്തരം ഒരു അനുഭവത്തിലേക്ക് നാം മാറിയിട്ടുണ്ടോ? ഫിലിപ്പ് വോൾബ്രിഡ്ജ് എന്ന് പറയുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ 18-ാം നൂറ്റാണ്ടിലോ മറ്റോ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ യൗവനത്തിൽ ക്ഷയരോഗം പിടിപെട്ടു.
ക്ഷയരോഗത്തിൻ്റെ മൂർധന്യത്തിൽ ചുമച്ച് നടന്ന നാളുകളിൽ മരണത്തോട് മല്ലടിക്കുന്ന ഈ വലിയ മനുഷ്യൻ, അദ്ദേഹം ഒരു പാട്ടുകാരനായിരുന്നു. ക്ഷയരോഗിയായ ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതി വച്ചു, എൻ്റെ രക്ഷകാ, എൻ ദൈവമേ, നിന്നീലായ നാൾ ഭാഗ്യമേ, എന്നുള്ളത്തിൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. എന്തിനെ? ചുമച്ചു ചാകുന്നതിനോ, ഈ ക്ഷയരോഗത്തിൽ വീണുടയുന്നതിനോ, തളർന്ന കിടക്കയോട് ചേരുന്നതിനോ അദ്ദേഹം എഴുതി, ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ഇതാണോ ഭാഗ്യം? എൻ്റെ രോഗമാണോ ഭാഗ്യം? നിലയ്ക്കാത്ത ചുമയാണോ ഭാഗ്യം? ഭാഗ്യനാൾ